أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു യുദ്ധങ്ങളിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ചുള്ള വിവരണമാണ് നടത്തുന്നത്. ബദർ യുദ്ധത്തെ പറ്റി, അതായത് ഹദ്റത്ത് ഉസ്മാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പത്നി ഹദ്റത്ത് റുഖിയ ബിൻത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന രോഗിണിയായിരുന്നു. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശുശ്രൂഷകൾ ചെയ്ത് മദീനയിൽ തന്നെ തങ്ങാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നു. അദ്ദേഹത്തെ ബദറിൽ പങ്കെടുത്തവരെ പോലെ തന്നെ ഗണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പങ്കെടുത്തവർക്കുള്ളതുപോലെ തന്നെ സമരാർജിത സ്വത്തിലും പ്രതിഫലത്തിലും ഭാഗം നിശ്ചയിക്കുകയും ചെയ്യുകയുണ്ടായി. ഗത്തഫാൻ യുദ്ധനീക്കം ഹിജ്രി 3-ാം വർഷം മുഹറം അല്ലെങ്കിൽ സഫർ മാസത്തിലാണ് ഉണ്ടായത്. ഗത്തഫാൻ യുദ്ധത്തിനു വേണ്ടി നജദ് പ്രദേശത്തേക്ക് പുറപ്പെട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉസ്മാനെ മദീനയിലെ അമീറായി നിശ്ചയിച്ചു. അതുകൊണ്ട് ഈ യുദ്ധത്തിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ യുദ്ധനീക്കത്തിന്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതുന്നു, ബനു ഗത്തഫാനിലെ ചില ഗോത്രങ്ങൾ, അതായത് ബനു സാലബ, ബനു മഹാരിസ് എന്നിവയിലെ ആളുകൾ തങ്ങളുടെ പ്രസിദ്ധനായ യുദ്ധവീരൻ ദാസൂർ ബിൻ ഹാരിസിന്റെ ആഹ്വാനപ്രകാരം വീണ്ടും മദീനയെ പൊടുന്നനെ ആക്രമിക്കുന്നതിനുള്ള ഉദ്ദേശവുമായി നജദിലെ സി അമർ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ തുടങ്ങി. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശത്രുക്കളുടെ അനക്കമടക്കങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ബോധവാനായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ രക്തച്ചൊരിച്ചിലിനുള്ള ആഗ്രഹത്തെ പറ്റിയും യഥാസമയം അറിഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഗ്രതയുള്ള ജനറലിനെ പോലെ മുൻകൂർ തടയുന്നതിന് 450 പേരടങ്ങുന്ന സഹാബാക്കളുടെ ഒരു സംഘത്തെ കൂടെ കൂട്ടി ഹിജ്രി 3 അവസാനത്തിലോ സഫർ മാസം ആരംഭത്തിലോ മദീനയിൽ നിന്ന് പുറപ്പെടുകയും അതിശീഘ്രം കുതിച്ചുകൊണ്ട് സി അമർ എന്ന സ്ഥലത്തിനടുത്ത് എത്തുകയും ചെയ്തു. ശത്രുക്കൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവിനെ കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ അവർ ഉടൻ തന്നെ അടുത്തുള്ള കുന്നുകളിൽ കയറി തങ്ങളെ സുരക്ഷിതരാക്കി. അവിടെ അങ്ങനെ മുസ്ലിങ്ങൾ സി അമറിലെത്തിയപ്പോൾ രണാങ്കണം കാലിയായിരുന്നു. എങ്കിലും ബനി സാലബയുടെ ഒരു കാട്ടറബി, അയാളുടെ പേര് ജബ്ബാർ എന്നായിരുന്നു, സഹാബാക്കളുടെ പിടിയിൽ വന്നു. അയാളെ ബന്ധനസ്ഥനാക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ഹാജരാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ബനു സാലബയുടെയും ബനു മഹാരിബിലെയും സകല ആളുകളും കുന്നുകളിൽ സുരക്ഷിതരാണെന്നും അവർ തുറന്ന മൈതാനത്ത് മുസ്ലിങ്ങൾക്കെതിൽ വരികയില്ലെന്നും മനസ്സിലായി. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരാൻ കൽപ്പിക്കേണ്ടി വന്നു. എന്നാൽ യുദ്ധനീക്കം കാരണം ബനു ഗതഫിൽ നിന്നുള്ള ആശങ്കകൾ
താൽക്കാലികമായി ഒഴിവായി. ഉഹദ് യുദ്ധം ഹിജറ 3 ശവ്വാൽ മാസത്തിലാണ് ഉണ്ടായത്. ഹദ്രത്ത് ഉസ്മാൻ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ആദ്യത്തെ 2 യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഉഹദ് യുദ്ധത്തിനിടയിൽ സഹാബാക്കളുടെ ഒരു സംഘം പെട്ടെന്നുള്ള ആക്രമണവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായ എന്ന വാർത്തയും കേട്ട് യുദ്ധരംഗത്ത് നിന്ന് ചിതറിയിരുന്നു. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റും കേവലം 12 സഹാബാക്കളുടെ ഒരു ചെറിയ സംഘം മാത്രം അവശേഷിച്ചു. ഹദ്രത്ത് ഉസ്മാൻ ആദ്യം പറഞ്ഞ സംഘത്തിലായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഖുറൈശി സൈന്യത്തിനു മേൽ ആധിപത്യം ലഭിച്ചപ്പോൾ അവർ സമരാർജിത സ്വത്തുക്കൾ സ്വരുക്കൂട്ടാൻ തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 അമ്പെയ്ത്തുകാരോട് തങ്ങളുടെ സ്ഥലം ഒഴിവാക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ വിജയം കണ്ടപ്പോൾ അവർ തങ്ങളുടെ സ്ഥലത്ത് നിന്ന് പിന്മാറി. വാസ്തവത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തങ്ങളുടെ സ്ഥലത്ത് നിന്ന് മാറരുതെന്ന് വളരെ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഖാലിദ് ഇബ്നു വലീദ് അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടുണ്ടായിരുന്നില്ല. ഈ അവസ്ഥ കണ്ടപ്പോൾ ഉടൻ തന്നെ അവിടെ നിന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഈ ആക്രമണം പൊടുന്നനെ അപ്രതീക്ഷിതമായി ശക്തമായ ആക്രമണം ആയിരുന്നതിനാൽ മുസ്ലിങ്ങൾ ചിതറിപ്പിരിഞ്ഞു. ഇങ്ങനെ ചിതറിപ്പിരിഞ്ഞ മുസ്ലിങ്ങളിൽ ഹദ്രത്ത് ഉസ്മാന്റെ പേരും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇവരെ പറ്റി പരാമർശമുണ്ട്. അതായത് അന്നത്തെ അവസ്ഥയും അവരുടെ ഹൃദയാത്മനയുള്ള വിശ്വാസവും ആത്മാർത്ഥതയും പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന തവല്ലു മിൻകും യൗമത്തഖൽ ജംആനി ഇന്നമസ്തദല്ലഹും വശൈത്താനു ബിബാദിൻ മാ കസബു വലഖദ് അഫല്ലാഹു അൻഹും ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം. 2 സൈന്യങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ അവർ പ്രവർത്തിച്ച ചില ചെയ്തികൾ നിമിത്തം പിശാച് അവരെ വ്യതിചലിപ്പിച്ചത് തന്നെയാണ്. അള്ളാഹു തീർച്ചയായും അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അള്ളാഹു സർവദാ പൊറുക്കുന്നവനും സഹിഷ്ണുതയുള്ളവനുമാകുന്നു. ഈ യുദ്ധത്തിനിടയിൽ മുസ്ലിങ്ങൾക്കുണ്ടായ അവസ്ഥയെ അനുസ്മരിച്ചുകൊണ്ട് ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് സീറത്ത് ഖാത്തമുൻ നബീൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഖുറൈശികളുടെ സംഘം ഏറെക്കുറെ 4 ഭാഗത്തും വലയം ചെയ്തു വെച്ചിരുന്നു. മാത്രമല്ല തങ്ങളുടെ നിരന്തരമായ ആക്രമണം കൊണ്ട് അനുനിമിഷം ഒതുക്കുകയും ചെയ്തിരുന്നു. അതിൽ മുസ്ലിങ്ങൾ അല്പനേരം ജാഗ്രതപ്പെട്ടിരുന്നു. പക്ഷേ ഭയാനകമായ അവസ്ഥ ഖുറൈശികളുടെ ധീരയോദ്ധാവായ അബ്ദുറഹ്മാനു ബിൻ ഖുബയ്യ മുസ്ലിങ്ങളുടെ പതാകവാഹകനായ മുസഅബ് ബിൻ ഉമൈറിനെ ആക്രമിക്കുകയും തന്റെ വാളിന്റെ പ്രഹരം കൊണ്ട് അദ്ദേഹത്തിന്റെ വലത് കരം മുറിച്ചിടുകയും ചെയ്തു. മുസഅബ് ഉടൻ തന്നെ മറ്റേ കൈയിൽ പതാകയേന്തി ഇബ്നു കമയ്യയെ നേരിടാൻ മുന്നോട്ട് ഗമിച്ചു. പക്ഷെ അയാൾ 2ാമത്തെ വെട്ടിൽ അദ്ദേഹത്തിന് 2ാമത്തെ കൈയും വെട്ടിമാറ്റി. അപ്പോൾ മുസഅബ് തന്റെ മുറിയൻ കൈകളും ചേർത്ത് ഇസ്ലാമിക പതാകയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും അതിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. മുസഅബ് ഉരുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടി. ഇബ്നു കമിയ കരുതിയത് താൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചു എന്നാണ്. അല്ലെങ്കിൽ ഈ ചിന്ത അയാളുടെ അക്രമവാസനയും ചതിയും കാരണം ഉണ്ടായതുമാകാം. ഏതായാലും മുസഅബ് ഷഹീദായി വീണതിൽ താൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിച്ചിരിക്കുന്നുവെന്ന് അയാൾ ബഹളം കൂട്ടാൻ തുടങ്ങി. ഈ വാർത്തയോടുകൂടി മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള ശ്വാസം കൂടി ഇല്ലാതായി. അവരുടെ സംഘബലം തികച്ചും ചിതറിപ്പിരിഞ്ഞു. പല സഹാബാക്കളും വേഗം തന്നെ മൈതാനത്ത് നിന്ന് ഓടിപ്പോയി. അപ്പോൾ മുസ്ലിങ്ങൾ 3 ഗണങ്ങളിൽ വിഭജിക്കപ്പെട്ടിരുന്നു. ഒരു കൂട്ടർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന് കേട്ട് യുദ്ധരംഗത്ത് നിന്ന് ഓടിപ്പോയവർ. പക്ഷെ ഇവർ ചെറിയൊരു സംഘമായിരുന്നു, അല്ലെങ്കിൽ നിരാശരായി ചിതറിപ്പിരിഞ്ഞുവരെന്ന് പറയാം. ഇക്കൂട്ടരിൽ ഹദ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനും ഉണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ആ സമയത്തെ പ്രത്യേക അവസ്ഥയും
അവരുടെ ഹൃദയാഭിലാഷവും ആത്മാർത്ഥതയും പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് മാപ്പ് നൽകിയിരുന്നു. അവരിൽ ചിലർ മദീന വരെ എത്തി. അങ്ങനെ മദീനയിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന കിംവദന്തിയും ഇസ്ലാമിക സൈന്യം പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയും പരന്ന് പട്ടണത്തിൽ മുഴുവനും ഒരു അസ്വസ്ഥത പടരുകയുണ്ടായി. മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അസ്വസ്ഥരായി പട്ടണത്തിന് പുറത്തെത്തി ഉഹദിലേക്ക് തിരിച്ചു. ചിലർ വേഗം വേഗം യുദ്ധമൈതാനത്ത് ഓടിയെത്തി. അങ്ങനെ അള്ളാഹുവിന്റെ നാമവുമായി ശത്രുനിരകളിൽ നുഴഞ്ഞുകയറി. ഇനിയൊരു കൂട്ടർ ഓടിപ്പോയില്ലെങ്കിൽ തന്നെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന വാർത്ത കേട്ട് ഹതാശരായിരുന്നു. അല്ലെങ്കിൽ ഇനിയും യുദ്ധം തുടരുന്നത് അനാവശ്യമാണെന്ന് കരുതി. അങ്ങനെ അവർ രണാങ്കണത്തിൽ നിന്ന് മാറി തലതാഴ്ത്തിയിരുന്നു. മൂന്നാമത്തെ വിഭാഗം തുടർച്ചയായി യുദ്ധം ചെയ്യുകയായിരുന്നു. അവരിൽ കുറച്ചുപേർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റിലും കൂടി അനുപമമായ ജീവത്യാഗത്തിന്റെ ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു. അധികം പേരും യുദ്ധമൈതാനത്ത് ചിതറിപ്പിരിഞ്ഞെങ്കിലും പോരാടിയിരുന്നു. അവർക്ക് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ അവർ ഉന്മാദരെ പോലെ മുന്നോട്ട് ഗമിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റും ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ആ സമയത്ത് ഖുറൈശികളുടെ സൈന്യമാവട്ടെ സമുദ്രത്തിലെ ഭയാനകമായ തിരമാലകൾ കണക്കെ നാലു ഭാഗത്തു നിന്നും മുന്നോട്ട് വരികയായിരുന്നു. രണാങ്കണത്തിൽ എല്ലാ ഭാഗത്തു നിന്നും അമ്പുകളുടെയും കല്ലുകളുടെയും മഴ വർഷിക്കുകയാണ്. ജീവത്യാഗം ചെയ്യാൻ സന്നദ്ധരായ സഹാബി വൃന്ദം ഈ ഭയാനകമായ ഘട്ടം കണ്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റും വലയം തീർത്തുകൊണ്ട് തിരുനബിയുടെ പരിശുദ്ധ ശരീരത്തെ തങ്ങളുടെ ശരീരങ്ങളാൽ മറച്ചു പിടിച്ചു. എങ്കിലും ആക്രമണത്തിന്റെ തീവ്രതയുണ്ടാകുമ്പോൾ ഈ എണ്ണപ്പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിമാറ്റപ്പെട്ടിരുന്നു. അത്തരം സന്ദർഭത്തിൽ ചിലപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെക്കുറെ ഒറ്റയ്ക്കാക്കപ്പെട്ടിരുന്നു. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, ഹദ്റത്ത് ഉസ്മാൻ നിരാശനായി അല്ലെങ്കിൽ എന്തോ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന വാർത്ത കേട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് നിരാശനായി മാറുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നല്ല പറയുന്നത്. മാറിയുന്നവരിൽ ഹദ്റത്ത് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചും പരാമർശമുണ്ട്. ഏതായാലും ആ സംഭവം യഥാസമയത്ത് കേൾപ്പിക്കുന്നതാണ്. ഇനി ഞാൻ സുലഹ് ഹുദൈബിയ സന്ധിയുടെ അവസരത്തിൽ പ്രതിനിധീകരിച്ചതിലും ബൈഅത്ത് റിദ്വാനിലും ഹദ്റത്ത് ഉസ്മാന്റെ പങ്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച സംഭവങ്ങളെ പറ്റി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും തങ്ങളുടെ തലമുണ്ഡനം ചെയ്ത് മുടി ചെറുതാക്കി സമാധാനപൂർവം ബൈത്തുല്ലാഹിൽ പ്രവേശിക്കുന്നതായി സ്വപ്നം കണ്ടിരുന്നു. ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്രി 6-ാം വർഷം ദുൽഖഅദ മാസത്തിൽ തന്റെ 1400 സഹാബാക്കളുമായി ഉംറ ചെയ്യാൻ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഹുദൈബിയ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. ഖുറൈശികൾ ഇരുകൂട്ടർക്കുമിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉംറ ചെയ്യുന്നതിൽ നിന്ന് വിലക്കി. ഇരുകൂട്ടർക്കുമിടയിൽ പ്രതിനിധികൾ തമ്മിലുള്ള സംഭാഷണം ആരംഭിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള തീവ്രമായ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ പറഞ്ഞു, മക്കക്കാരനും ഖുറൈശികളുടെ ഉന്നത കുടുംബത്തിൽപ്പെട്ട മക്കയിൽ സ്വാധീനവുമുള്ള ആരെങ്കിലും അയക്കണം. അങ്ങനെ ഇതിനുവേണ്ടി ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് അയച്ചത്. ഹദ്റത്ത് മിർസാ ബഷീർ അഹമ്മദ് സാഹിബ് ഇതിന്റെ വിശദീകരണത്തിൽ പരാമർശിച്ച ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് ഞാൻ വിവരിക്കാം. അദ്ദേഹം എഴുതുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളും ഒന്നിച്ച് ബൈത്തുല്ലാഹിനെ തവാഫ് ചെയ്യാൻ പ്രദക്ഷിണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ ദുൽഖഅദ മാസം സമീപസ്ഥമായിരുന്നു. അത് ജാഹിലിയ കാലഘട്ടത്തിലും 4 വിശുദ്ധ മാസങ്ങളുടെ ഗണത്തിൽ എണ്ണപ്പെട്ടിരുന്നു. ആ മാസങ്ങളിൽ എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങളും വഴക്കുകളും നിരോധിക്കപ്പെട്ടതാണ്. അതായത് ഒരു ഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുന്നു, മറുഭാഗത്ത് ഈ സമയത്ത് അറേബ്യയുടെ നാനാദിക്കിലും യുദ്ധങ്ങൾ നിർത്തി സമാധാനം ഉണ്ടാകുന്ന സമയവുമായിരുന്നു. ഇത് ഹജ്ജിന്റെ ദിവസമല്ലായിരുന്നു. മാത്രമല്ല ഇസ്ലാമിൽ കൃത്യമായി ഹജ്ജ് നിശ്ചയിക്കപ്പെട്ടിട്ടുമില്ലായിരുന്നു. പക്ഷേ എല്ലാ സമയത്തും കഅബയെ തവാഫ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നം കണ്ട ശേഷം ഉംറയ്ക്ക് വേണ്ടി തയ്യാറാകാൻ
തന്റെ സഹാബാക്കളോട് ആഹ്വാനം ചെയ്തു. ആ സന്ദർഭത്തിൽ സഹാബാക്കൾക്കിടയിൽ ഇത്രയും കൂടി വിളംബരം ചെയ്തു. അതായത്, യാത്രയിൽ ഒരു തരത്തിലുള്ള യുദ്ധവും ലക്ഷ്യം വയ്ക്കുന്നില്ല, മറിച്ച് സമാധാനപൂർവ്വം മതപരമായ ഇബാദത്ത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ യാത്രയിൽ തങ്ങളുടെ പക്കൽ ആയുധങ്ങൾ കൊണ്ടുപോകരുത്. പക്ഷേ അറേബ്യൻ നാട്ടുനടപ്പനുസരിച്ച് തങ്ങളുടെ വാളുകൾ ഉറയിലിട്ട് യാത്രക്കാരുടെ രീതിയിൽ വെക്കാവുന്നതാണ്. അതോടൊപ്പം പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലെ ഗ്രാമീണവാസികളോടും ഉംറ ചെയ്യാൻ കൂടെ പോരുന്നതിന് ആഹ്വാനം ചെയ്തു. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, വളരെ കുറഞ്ഞ ആളുകൾ, അതായത് പേരിന് മാത്രം ചിലരൊഴികെ, മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ദുർബല വിശ്വാസികളായ മദീനയുടെ ചുറ്റിലും താമസിച്ചിരുന്ന ഗ്രാമീണവാസികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടുന്നതിൽ വിമുഖത കാണിച്ചു. കാരണം അവർ മനസ്സിലാക്കിയത് മുസ്ലിങ്ങളുടെ ഉദ്ദേശം ഉംറയല്ലാതെ മറ്റൊന്നുമല്ലെങ്കിലും ഖുറൈശികൾ തീർച്ചയായും മുസ്ലിങ്ങളെ തടയുമെന്നും അങ്ങനെ യുദ്ധത്തിന്റെ അവസ്ഥ സംജാതമാകുമെന്നുമാണ്. മാത്രമല്ല, ഈ യുദ്ധം മദീനയിൽ നിന്ന് ദൂരെയായിരിക്കും. അതുകൊണ്ട് ഒരു മുസ്ലിമും രക്ഷപ്പെട്ട് തിരിച്ചു വരികയുമില്ല എന്നും അവർ കരുതി. ആയതിനാൽ അവർ ഭയം കാരണം ഇതിൽ ഭാഗവാക്കായില്ല. ഏതായിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400-ലധികം സ്വഹാബാക്കളുടെ ഒരു സംഘവുമായി ഹിജ്രി 6-ാം വർഷം ദുൽഖഅദ മാസം ആരംഭത്തിൽ തിങ്കളാഴ്ച ദിവസം പ്രഭാതവേളയിൽ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഈ യാത്രയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ സഹധർമ്മിണി ഹദരത്ത് ഉമ്മു സൽമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. മദീനയുടെ അമീറായി നമീല ബിൻ അബ്ദുല്ലാഹിനെയും ഇമാമു സലാത്തായി അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം ഇദ്ദേഹത്തിന് കണ്ണു കാഴ്ചയില്ലായിരുന്നു നിശ്ചയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽ ഹുലൈഫയിലെത്തിയപ്പോൾ, ഇത് മദീനയിൽ നിന്ന് ഏകദേശം 6 മൈൽ ദൂരെ മക്കയിലേക്കുള്ള വഴിയിലാണ്, നിൽക്കുവാൻ കൽപ്പിച്ചു. ളുഹർ നമസ്കാരത്തിന് ശേഷം കുർബാനിക്കുള്ള ഒട്ടകങ്ങൾക്ക് ഇത് 70 എണ്ണമുണ്ടായിരുന്നു. അടയാളമിടാൻ നിർദ്ദേശം നൽകി. സഹാബാക്കളോട് ഹാജിമാരുടെ പ്രത്യേക വസ്ത്രം, ഇത് സാങ്കേതിക ഭാഷയിൽ ഇഹ്റാം എന്നാണ് അറിയപ്പെടുന്നത്, ധരിക്കാൻ പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഇഹ്റാം ധരിച്ചു. തുടർന്ന് മക്കക്കാരുടെ അവസ്ഥ അറിയാനും അവർ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കാനും മറ്റും വാർത്ത ശേഖരിക്കാൻ മക്കയുടെ സമീപം താമസിച്ചിരുന്ന ഖലാ ഗോത്രത്തിലെ ബസർ ബിൻ സുഫിയാൻ എന്ന ആളെ മുന്നിൽ അയച്ച ശേഷം മന്ദം മദീനയിലേക്ക് നീങ്ങി. മുൻകരുതൽ എന്ന നിലയ്ക്ക് മുസ്ലിങ്ങളുടെ വലിയ സംഘത്തിന് മുന്നിൽ നിൽക്കാൻ ഉബാദ ബിൻ ബിഷറിന്റെ നേതൃത്വത്തിൽ 20 പേരുടെ സൈനിക സംഘത്തെയും നിയമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഉസ്വാന് സമീപം എത്തി. ഇത് മദീനയിൽ നിന്ന് 2 മൻസിലുകൾക്കപ്പുറമാണ്. ഒരു മൻസിൽ എന്നാൽ 9 മൈലാകുന്നു. അപ്പോഴേക്കും വാർത്ത ശേഖരിക്കാൻ പോയ ആൾ തിരിച്ചെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മക്ക ഖുറൈശികൾ വലിയ ആവേശത്തിലാണ്. അങ്ങയെ തടുക്കാൻ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ അവരിൽ ചിലർ തങ്ങളുടെ ആവേശവും മൃഗീയതയും വെളിപ്പെടുത്താൻ പുലിത്തോൽ അണിഞ്ഞിട്ടുണ്ട്. യുദ്ധം ചെയ്തിട്ടായാലും മുസ്ലിങ്ങളെ തടയുമെന്ന ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. ഈ സംഘം ഇപ്പോൾ മുസ്ലിങ്ങളുടെ സമീപത്ത് എത്തിയിരിക്കുന്നു. ഈ സൈനിക സംഘത്തിൽ ഇക്രിമ ബിൻ അബൂജഹലുമുണ്ട് മുതലായ കാര്യങ്ങൾ ധരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത കേട്ടപ്പോൾ സംഘട്ടനം ഒഴിവാക്കാൻ മക്കയിലേക്കുള്ള സർവ്വസാധാരണമായ വഴി ഒഴിവാക്കി തെക്കു ഭാഗത്ത് നീങ്ങി മുന്നോട്ട് ഗമിക്കാൻ സഹാബാക്കളോട് ആജ്ഞാപിച്ചു. തുടർന്ന് മുസ്ലിങ്ങൾ വളരെ ക്ലേശകരമായ കഠിനമായ വഴിയിൽ സമുദ്രഭാഗത്തിലൂടെ മുന്നേറ്റ് നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ വഴിയിലൂടെ നടന്ന് ഹുദൈബിയയുടെ സമീപം എത്തിയപ്പോൾ
അതായത് മക്കയിൽ നിന്ന് ഒരു മൻസിൽ അഥവാ കേവലം 9 മൈൽ ദൂരെ ഹുദൈബിയ താഴ്വരയിൽ നിന്ന് മക്കാരുടെ താഴ്വര ആരംഭിക്കുന്ന സ്ഥലം എത്തിയപ്പോൾ തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അൽ ഖുസ്വ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒട്ടകം, ഇത് നിരവധി യുദ്ധങ്ങളിൽ തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതാണ്, പെട്ടെന്ന് കാലും വിടർത്തി ഭൂമിയിലിരുന്നു. എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. സഹാബാക്കൾ പറഞ്ഞു, ഒരുപക്ഷെ ക്ഷീണിച്ചതായിരിക്കും. എന്നാൽ തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അത് ക്ഷീണിച്ചിട്ടില്ല. ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് അതിന്റെ സ്വഭാവവുമല്ല, മറിച്ച് യാഥാർത്ഥ്യം എന്തെന്നാൽ ഏതൊരു മഹാശക്തിയാണോ അസാബുൽ ഫീലിന്റെ ആനയെ മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്, അവൻ തന്നെയാണ് ഈ ഒട്ടകത്തെയും തടഞ്ഞു വെച്ചിരിക്കുന്നത്. ആയതിനാൽ അള്ളാഹുവാണ് മക്കയിലെ ഖുറൈശികൾ ഹറമിന്റെ അന്തസ്സ് കാക്കുന്നതിന് എന്നോട് എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും ഞാനത് അംഗീകരിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞ ശേഷം തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ വിളിച്ചു. അപ്പോൾ അത്ഭുതമെന്നേ പറയേണ്ടു, ഒട്ടകം എണീറ്റ് നടക്കാൻ തുടങ്ങി. തുടർന്ന് തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഹുദൈബിയയുടെ മറുഭാഗത്ത് കൂടെ കൊണ്ടുപോയി. അവിടെ ഒരു അരുവിയുടെ അടുത്ത് ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങി. തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരം സ്വഹാബാക്കൾ ഇവിടെ തമ്പടിച്ചു. തുടർന്ന് ഖുറൈശികളുമായി സുൽഹിനുള്ള സംസാരം എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് പറയുന്നുണ്ട്. തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ താഴ്വരയിൽ എത്തി. ആ താഴ്വാരത്തിന്റെ അരുവിക്ക് അരികിലാണ് തമ്പടിച്ചത്. സ്വഹാബാക്കൾ അവിടെ തമ്പടിച്ച ശേഷം ഗോത്രത്തിലെ അറിയപ്പെടുന്ന നേതാവ് ബദീൽ ബിൻ വർക്ക, അദ്ദേഹം അടുത്ത സ്ഥലത്ത് താമസക്കാരനായിരുന്നു. തന്റെ ഏതാനും സുഹൃത്തുക്കൾക്കൊപ്പം തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തി. അദ്ദേഹം തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മക്ക മൂപ്പന്മാർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അവരൊരിക്കലും താങ്കളെ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതല്ല. തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ ആ ഉദ്ദേശിച്ചാലല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മക്ക ഖുറൈശികളെ യുദ്ധങ്ങൾ കരിച്ചുകൊണ്ടിരുന്നിട്ടും അവർ പിന്മാറുന്നില്ല. എനിക്കെതിരുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് എനിക്ക് മറ്റ് ജനങ്ങൾക്ക് വേണ്ടി എന്നെ സ്വതന്ത്രമാക്കുകയാണെങ്കിൽ ഞാൻ മക്കക്കാരുമായി രഞ്ജിപ്പിനും സന്നദ്ധനാകുന്നു. മക്കക്കാരോട് ഞാൻ എതിരിടുകയോ അവരോട് ബന്ധപ്പെടുകയോ ചെയ്യുന്നതല്ല. മറ്റുള്ളവർക്ക് ഞാൻ ഇസ്ലാമിക സന്ദേശം നൽകുന്നതാണ്. എന്നാൽ അവർ എന്റെ ഈ അഭിപ്രായത്തെ നിരാകരിക്കുകയാണെങ്കിൽ, ഏതവസ്ഥയിലും യുദ്ധത്തിൽ ആളിക്കത്തിക്കുകയാണെങ്കിൽ, എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. എന്റെ ജീവൻ ഈ മാർഗത്തിൽ ത്യജിക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് വിജയം നൽകുന്നത് വരെ ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതല്ല. ഞാൻ ഈ പോരാട്ടത്തിൽ ഇല്ലാതായാൽ കഥ തീർന്നു. എന്നാൽ അള്ളാഹു എനിക്ക് വിജയം നൽകിയാൽ, ഞാൻ കൊണ്ടുവന്ന ദീനിന് വിജയം ലഭിക്കുകയാണെങ്കിൽ, മക്കക്കാർക്കും വിശ്വസിക്കുന്നതിൽ അമാന്തമുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആത്മാർത്ഥമായ വേദനാനിർഭരമായ ഈ പ്രഭാഷണം ബദീൽ ബിൻ വർക്കയെ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, താങ്കൾ എനിക്ക് സാവകാശം നൽകിയാലും ഞാൻ മക്കക്കാർക്ക് താങ്കളുടെ സന്ദേശം എത്തിച്ച് സുൽഹിന് ശ്രമിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുമതി നൽകി. ബദീൽ തന്റെ ഗോത്രത്തിലെ ഏതാനും ആളുകളോടൊപ്പം മക്കയിലേക്ക് തിരിച്ചു. ബദീൽ ബിൻ വർക്ക മക്കയിലെത്തി ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടിയ ശേഷം പറഞ്ഞു, അദ്ദേഹത്തിന്റെ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് മുന്നിൽ അദ്ദേഹം ഒരഭിപ്രായം സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ ഞാനത് പറയാം. അപ്പോൾ ഖുറൈശികളിലെ ആവേശമുള്ളവരും ഇല്ലാത്തവരുമായ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യവും കേൾക്കാൻ തയ്യാറല്ല. എന്നാൽ ബുദ്ധിമാന്മാരും കൈകാര്യകർത്താക്കളുമായ ആളുകൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങളെ കൂടി കേൾപ്പിക്കൂ. അങ്ങനെ ബദീൽ തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചു. ഇത് കേട്ടപ്പോൾ സഖീഫ് ഗോത്രത്തിലെ ഉർവ ബിൻ മസ്ഊദ് എന്നു പേരുള്ള വളരെ സ്വാധീനമുള്ള ഒരു നേതാവ് അപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പൗരാണിക അറബി ശൈലിയിൽ പറഞ്ഞു,
ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് പിതാവിനെ പോലെയല്ലയോ? അവർ പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് മക്കളെ പോലെയല്ലേ? അവർ പറഞ്ഞു, അതെ. തുടർന്ന് ഉറവ് പറഞ്ഞു, എന്നിൽ എന്തെങ്കിലും അവിശ്വസ്തതയുണ്ടോ? ഖുറൈശികൾ പറഞ്ഞു, ഇല്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ആ വ്യക്തി, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് മുന്നിൽ നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അത് സ്വീകരിക്കേണ്ടതാണ്. ആയതിനാൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ എന്നോട് പോകാൻ അനുവദിക്കുക. ഖുറൈശികൾ പറഞ്ഞു, തീർച്ചയായും താങ്കൾ പോയി സംസാരിച്ചു വരൂ. അങ്ങനെ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലെത്തിയപ്പോൾ അവിടെ ഒരു ഹൃദ്യമായ കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ഉർവ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിലെത്തി സംസാരം ആരംഭിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മുന്നിലും ബദീൽ ബിൻ വർക്കയുടെ മുന്നിൽ അവതരിപ്പിച്ച പ്രസംഗം തന്നെ ആവർത്തിച്ചു. ഉർവ പൊതുവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഭിപ്രായത്തോട് യോജിപ്പിലായിരുന്നു. പക്ഷേ ഖുറൈശികളുടെ പ്രാതിനിധ്യത്തിന്റെ കടമ നിറവേറ്റാനും പരമാവധി നിബന്ധനകൾ സംരക്ഷിക്കാനും ആഗ്രഹിച്ചിരുന്നു. ഉർവ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരം നിർത്തി ഖുറൈശികളുടെ അടുക്കലേക്ക് മടങ്ങി. അവിടെ എത്തിയതും ഖുറൈശികളോട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ട്. രാജാക്കന്മാരുടെ ദർബാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. കൈസിന്റെയും കിസ്രയുടെയും നജാഷിയുടെയും മുന്നിൽ ദൗത്യസംഘത്തിൽ പോയിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവാണേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ മുഹമ്മദിനെ ആദരിക്കുന്നത് പോലെ ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. തുടർന്ന് അദ്ദേഹം താൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ കണ്ടതെല്ലാം വിവരിച്ചു. അവസാനം പറഞ്ഞു, ഞാൻ വീണ്ടും പറയുകയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഭിപ്രായങ്ങൾ നീതിയധിഷ്ഠിതമാണ്. അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഉർവയുടെ ഈ സംസാരം കേട്ടപ്പോൾ ബനി കനാന ഗോത്രത്തിലെ ഒരു നേതാവ് ജലീസ് ബിൻ അൽക്കമ ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോകാം. അവർ പറഞ്ഞു, തീർച്ചയായും പോയിക്കൊള്ളുക. അങ്ങനെ അയാൾ ഹുദൈഫയിലെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ദൂരെ നിന്ന് കണ്ടപ്പോൾ സഹാബാക്കളോട് പറഞ്ഞു, ഖുർബാനിയുടെ കാഴ്ച ഇഷ്ടപ്പെടുന്ന ഗോത്രത്തിലെ ഒരാളാണ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ആയതിനാൽ ഖുർബാനിക്കുള്ള മൃഗങ്ങളെ ഉടനെ തന്നെ ഒരുമിച്ച് കൂട്ടി അയാൾക്ക് മുന്നിൽ എത്തിക്കുക. അങ്ങനെ നമ്മൾ എന്തുദ്ദേശത്തിലാണ് വന്നിരിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കട്ടെ. തുടർന്ന് സഹാബാക്കൾ തങ്ങളുടെ ഖുർബാനിക്കുള്ള മൃഗങ്ങളെ തെളിച്ചുകൊണ്ട് തക്ബീർ വിളികൾ ഉയർത്തി അയാൾക്ക് മുന്നിൽ ഒരുമിച്ച് കൂടി. അയാൾ ഈ കാഴ്ച കണ്ടപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ, ഇവരെല്ലാം ഹാജിമാരാണല്ലോ. ഇവരെ എങ്ങനെയാണ് ബൈത്തുല്ലാ തവാഫ് ചെയ്യുന്നതിൽ നിന്ന് തടയുക? അങ്ങനെ അയാൾ വേഗം തന്നെ ഖുറൈശികളിലേക്ക് തിരിച്ചുപോയി. അവരോട് പറഞ്ഞു, മുസ്ലിങ്ങൾ തങ്ങളുടെ മൃഗങ്ങളുടെ കഴുത്തിൽ ഖുർബാനിയുടെ മാലയിട്ടതായി ഞാൻ കണ്ടിരിക്കുന്നു. അവയ്ക്ക് മേൽ ഖുർബാനിയുടെ അടയാളവും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കാബ തവാഫ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നത് എങ്ങനെ ശരിയാകും? ഖുറൈശികൾക്കിടയിൽ ആ സമയത്ത് ശക്തമായ ഒരു ഭിന്നിപ്പിന്റെ അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങൾ രണ്ട് പക്ഷമായി കഴിഞ്ഞിരുന്നു. ഒരു കൂട്ടർ എന്തു തന്നെയായാലും മുസ്ലിങ്ങളെ തിരിച്ചയക്കാൻ ശാഠ്യം പിടിക്കുകയാണ്. അവർ പോരടിക്കാനുള്ള ചിന്താഗതിയിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയുമാണ്. രണ്ടാമത്തെ കൂട്ടർ ഇത് തങ്ങളുടെ പൗരാണിക മതസമ്പ്രദായത്തിന് വിരുദ്ധമാണെന്ന് കണ്ട് ഭയപ്പെടുകയും ഏതെങ്കിലും മാന്യമായ ഉടമ്പടി ആഗ്രഹിക്കുകയുമായിരുന്നു. അതുകൊണ്ട് കാര്യം തീരുമാനം ആകുന്നുണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിൽ ഒരു അറബി മൂപ്പൻ മക്കരസ് ബിൻ ഹഫ്സ് ഖുറൈശികളോട് പറഞ്ഞു, എന്നെ പോകാൻ അനുവദിക്കൂ, ഞാൻ പോയി എന്തെങ്കിലും തീരുമാനമാക്കി വരാം. ഖുറൈശികൾ പറഞ്ഞു, നല്ലത്, നിങ്ങളും ശ്രമിച്ചു നോക്കുവിൻ. അങ്ങനെ അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി. അപ്പോൾ ദൂരെ നിന്ന് അയാൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയാൾ അത്ര നല്ല ആളല്ല. ഏതായാലും മക്കരസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി സംസാരം ആരംഭിച്ചു. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കെ മക്കയിലുള്ള അറിയപ്പെടുന്ന നേതാവായ സുഹൈൽ ബിൻ അമ്ര തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി. ഒരുപക്ഷെ അദ്ദേഹത്തെ ഖുറൈശികൾ തങ്ങളുടെ പരിഭ്രമം കാരണം
മക്രസ് തിരിച്ചു പോരാൻ കാത്തു നിൽക്കാതെ തന്നെ അയച്ചതായിരിക്കാം. സുഹൈൽ വരുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹൈൽ വരുന്നുണ്ട്, ഇനി അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകുന്നതാണ്. ഏതായാലും ഈ സംസാരങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഖുറൈശികളുടെ അടുക്കൽ നിന്ന് തുടർച്ചയായി പ്രതിനിധികൾ വരാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാഗത്ത് നിന്ന് കാര്യഗ്രാഹശേഷിയുള്ള ഒരാളെ ഖുറൈശികളുടെ അടുക്കലേക്ക് വിടാൻ ആഗ്രഹിച്ചു. അതായത് ഈ പ്രതിനിധി അവിടെ പോയി സഹതാപത്തോടെയും ബുദ്ധിപരമായും മുസ്ലിങ്ങളുടെ നിലപാട് മനസ്സിലാക്കി കൊടുക്കണം. കഥാഗോത്രത്തിൽപ്പെട്ട ഖറാശ് ബിൻ ഉമയ്യയെ കാര്യത്തിനു വേണ്ടി തിരുസലം തിരഞ്ഞെടുത്തു. ഖുറൈശികളിൽ നിന്ന് ഏറ്റവും ആദ്യം പ്രതിനിധിയായി വന്ന ബദീൽ ബിൻ വർക്ക ഇതേ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ഈ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറാശിന് യാത്ര ചെയ്യാൻ തന്റെ ഒട്ടകത്ത് നൽകി. ഖറാശ് ഖുറൈശികളുടെ അടുക്കലെത്തി. ഇത് സംസാരത്തിന്റെ ആരംഭഘട്ടമായിരുന്നു. ഖുറൈശി യുവാക്കൾ നല്ല ആവേശത്തിലുമായിരുന്നു. ഒരു ആവേശഭരിതനായ യുവാവ് ഇക്രിമ ബിൻ അബൂജഹൽ ഖറാശിന്റെ ഒട്ടകത്ത് മുറിപ്പെടുത്തി. അറേബ്യൻ സമ്പ്രദായമനുസരിച്ച് അതിന്റെ അർത്ഥം ഞങ്ങൾ നിങ്ങളുടെ നീക്കങ്ങളെ ബലമായി തടയുന്നു എന്നാണ്. മാത്രമല്ല ഖുറൈശികളുടെ ആവേശം നിറഞ്ഞ സംഘം ഖറാശിനെയും ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വലിയ ആളുകൾ ഇടപെട്ട് രക്ഷപ്പെടുത്തി. അദ്ദേഹം ഇസ്ലാമിക ക്യാമ്പിൽ തിരിച്ചെത്തി. കാഫ്രീങ്ങൾക്കിടയിൽ നിന്ന് തിരിച്ചു വന്നു. മാത്രമല്ല മക്ക ഖുറൈശികൾ ഇതുകൊണ്ടും അവസാനിപ്പിച്ചില്ല. മറിച്ച് അവർ തങ്ങളുടെ ആവേശത്തിൽ അന്ധരായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനും സഹാബാക്കൾക്കും മക്കയുടെ ഇത്രയും അടുത്ത് മദീനയിൽ നിന്ന് ഒരുപാട് ദൂരം എത്തിയ സ്ഥിതിക്ക് അവരെ ആക്രമിച്ച് സാധ്യമാകുന്നത്ര നഷ്ടമുണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവർ ഈ ഉദ്ദേശത്തോടെ 40-50 പേരടങ്ങുന്ന ഒരു സംഘത്തെ ഹുദൈബിയയിലേക്ക് അയച്ചു. പരസ്പരമുള്ള സംസാരത്തിന്റെ മറവിൽ ഇസ്ലാമിക ക്യാമ്പിന് ചുറ്റും കറങ്ങാനും അങ്ങനെ അവസരം കിട്ടുമ്പോൾ തഞ്ചത്തിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. ചില നിവേദനങ്ങളനുസരിച്ച് ഇവരുടെ എണ്ണം 80 ആയിരുന്നുവെന്നും അവസരം കിട്ടിയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാനും ഖുറൈശികൾ ഗൂഢാലോചന ചെയ്തിരുന്നുവെന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും മുസ്ലിങ്ങൾ തങ്ങളുടെ സ്ഥാനത്ത് ജാഗ്രതത്തായിരുന്നു. അങ്ങനെ ഖുറൈശികളുടെ പദ്ധതി വെളിപ്പെടുകയും ഇവരെല്ലാം ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്തു. ആദരണീയ ഹറം പട്ടണത്തിൽ മക്കക്കാർ ചെയ്ത ഈ നീക്കത്തിൽ മുസ്ലിങ്ങൾ നല്ല ദേഷ്യത്തിലായിരുന്നു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മാപ്പ് കൊടുത്തു. അനുരഞ്ജന സംസാരത്തിന് വിഘാതമുണ്ടാകാൻ അനുവദിച്ചില്ല. മക്കക്കാരുടെ ഈ നീക്കത്തെ പറ്റി വിശുദ്ധ ഖുർആനിലും പരാമർശമുണ്ട്. പറയുന്നു, ഹുവല്ലദീ കഫ്ഫ ഐദീഹിം അൻകും വഅയ്ദീകും അൻഹും ബിബത്നി മക്കത്ത മിൻ ബഅദി അൻ അസ്ഫറകും അലൈഹിം വകാനല്ലാഹു ബിമാ തഅമലൂന ബസീറ. അതായത് അവനത്ര നിങ്ങൾക്ക് അവരുടെ മേൽ, അതായത് ശത്രുക്കളുടെ മേൽ വിജയം നൽകിയവൻ. വിജയം നൽകിയ ശേഷം മക്ക താഴ്വരയിൽ വെച്ച് അവരുടെ കൈകളെ നിങ്ങളുടെ കൈകളിൽ നിന്നും നിങ്ങളുടെ കൈകളെ അവരിൽ നിന്നും തടഞ്ഞു നിർത്തിയവൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും നമുക്ക് ഈ എല്ലാ അവസ്ഥയിലും പശ്ചാത്തലത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തുടർച്ചയായ സഹനവും ആത്മവിശ്വാസവും സമാധാന ശ്രമങ്ങളും കാണാം. അത് അതിന്റെ പാരമ്യതയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സഹനത്തിനും സമാധാന ശ്രമത്തിനും തത്തുല്യമായത് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള നിരന്തര ശ്രമത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ
ദ്രോഹങ്ങൾ കാണുകയും ഖറാശ് ബിൻ ഉമയ്യയോട് മക്കാർ അനുവർത്തിച്ച അവസ്ഥയെപ്പറ്റി കേൾക്കുകയും ചെയ്തപ്പോൾ മക്കാരനും മക്കയിലെ ഉന്നത ഗോത്രത്തിൽപ്പെട്ടവരും ആയ സ്വാധീനമുള്ള ഒരാളെ മക്കയിലേക്ക് അയക്കാമെന്ന് കരുതി. അതായത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമം ഉപേക്ഷിച്ചില്ല, മറിച്ച് വീണ്ടും ആരെയെങ്കിലും വീണ്ടും അയക്കാനുള്ള റിസ്ക് എടുത്തു. അതങ്ങനെ ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബിനോട് പറഞ്ഞു, താങ്കൾ മക്കയിൽ പോകുന്ന ഉചിതമായിരിക്കും, മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വഹിക്കുക. ഹദ്റത്ത് ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മക്കക്കാർ എന്റെ കഠിന ശത്രുക്കളായി തീർന്നിരിക്കുകയാണ്. ഈ സമയത്ത് മക്കയിൽ അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ എന്റെ ഗോത്രത്തിലെ സ്വാധീനമുള്ള ആരുമില്ലെന്നും അങ്ങേക്കറിയാം. ആയതിനാൽ വിജയമാർഗം എളുപ്പമാക്കാൻ ഈ സേവനത്തിന് ഉസ്മാൻ ബിൻ അഫ്ഫാനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉചിതമായിരിക്കും. അദ്ദേഹത്തിന്റെ ഗോത്രമായ ബനു ഉമയ്യ ഇപ്പോൾ വളരെ സ്വാധീനമുള്ളവരുമാണ്. മക്കക്കാർ ഉസ്മാനെതിരിൽ ദ്രോഹം ചെയ്യാൻ ധൈര്യപ്പെടുകയുമില്ല. ഹദ്റത്ത് ഉസ്മാനെ അയക്കുകയാണെങ്കിൽ വിജയത്തിന് കൂടുതൽ പ്രതീക്ഷയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഭിപ്രായം ഇഷ്ടപ്പെട്ടു. ഹദ്റത്ത് ഉസ്മാനോട് പറഞ്ഞു, മക്കയിൽ പോയി ഖുറൈശികൾക്ക് മുസ്ലിങ്ങളുടെ സമാധാന ആഗ്രഹത്തെയും ഉംറ ചെയ്യാനുള്ള ഉദ്ദേശത്തെയും പറ്റി ബോധ്യപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാന്റെ കയ്യിൽ ഖുറൈശി മൂപ്പന്മാരുടെ പേരിൽ ഒരു കത്തും എഴുതി നൽകിയിരുന്നു. ഈ കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആഗമനോദ്ദേശം വിവരിച്ചിരുന്നു. തങ്ങളുടെ ലക്ഷ്യം ഇബാദത്താണെന്നും സമാധാനപരമായി ഉംറ നിർവഹിച്ച് തിരിച്ചു പോകുമെന്നും എഴുതിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉസ്മാനോട് പറഞ്ഞു, അവിടെ ദുർബലരായ മുസ്ലിങ്ങളെയും കാണാൻ ശ്രമിക്കുകയും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വേണം. കുറച്ചുകൂടി സഹിക്കാനും അള്ളാഹു എത്രയും വേഗം വിജയകവാടങ്ങൾ തുറന്നു തരുമെന്നും പറയുക. ഈ സന്ദേശവുമായി ഹദ്റത്ത് ഉസ്മാൻ മക്കയിലെത്തി. അവിടെ മക്കയിൽ ഉണ്ടായിരുന്ന വലിയ നേതാവും ഹദ്റത്ത് ഉസ്മാന്റെ അടുത്ത കുടുംബക്കാരനുമായിരുന്ന അബൂ സുഫിയാനോടൊപ്പം മക്കക്കാർ സമ്മേളിച്ചിരുന്നവരിടത്തെത്തി. ആ സമ്മേളനത്തിൽ ഹദ്റത്ത് ഉസ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മൂപ്പന്മാരുടെ പേരിൽ തയ്യാറാക്കിയ കത്ത് സമർപ്പിച്ചു. അത് ഖുറൈശി മൂപ്പന്മാർ ഓരോരുത്തരും വെവ്വേറെ നോക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെയായിട്ടും മുസ്ലിങ്ങൾ ഈ വർഷം മക്കയിൽ പ്രവേശിക്കുകയില്ല എന്ന വാശിയിൽ തന്നെ എല്ലാവരും നിലകൊള്ളുകയാണ് ചെയ്തത്. ഹദ്റത്ത് ഉസ്മാൻ കൂടെ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി ബൈത്തുള്ള തവാഫ് ചെയ്യാൻ അവസരം നൽകാം, അതിൽ കൂടുതൽ സാധ്യമല്ല. ഹദ്റത്ത് ഉസ്മാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കയ്ക്ക് പുറത്തു കളയുകയും ഞാൻ തവാഫ് ചെയ്യുകയുമോ? അതെങ്ങനെ സാധ്യമാകും? പക്ഷേ ഖുറൈശികൾ ഒരു നിലയ്ക്കും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഹദ്റത്ത് ഉസ്മാൻ നിരാശനായി തിരികെ വരാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിനിടയിൽ ദ്രോഹികളായ മക്കക്കാർ ഹദ്റത്ത് ഉസ്മാനെയും സംഘത്തെയും തടഞ്ഞു വെച്ചാൽ സുൽഹിന് അവർക്ക് കൂടുതൽ ഗുണപ്രദമായ നിബന്ധനകൾ വെക്കാൻ കഴിയുമെന്ന ധാരണയിൽ അവർ മക്കയിൽ തടഞ്ഞു. അതേ തുടർന്ന് മക്കക്കാർ ഹദ്റത്ത് ഉസ്മാനെ വധിച്ചുവെന്ന കിംവദന്തി മുസ്ലിങ്ങൾക്കിടയിൽ പരന്നു. ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഏറെ കോപവും വേദനയും ഉണ്ടാക്കുന്നതായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ബൈഅത്തെ റിദ്വാൻ സ്വീകരിച്ചു. ബൈഅത്തെ റിദ്വാനെ പറ്റി പറയുന്നു, ഹുദൈബിയയിൽ ഈ വാർത്ത എത്തിയപ്പോൾ മുസ്ലിങ്ങൾ ഏറെ ആവേശത്തിലായി. കാരണം ഉസ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാമാതാവും ഉന്നതനായ സഹാബിവര്യനുമായിരുന്നു. മക്കയിലേക്ക് പ്രതിനിധി എന്ന നിലയ്ക്കാണ് പോയത്. മാത്രമല്ല ആ ദിവസങ്ങൾ അഷ്ഹുറുൽ ഹറാം, അതായത് ആദരണീയമായ മാസങ്ങളിൽപ്പെട്ടതുമാണ്. മാത്രമല്ല മക്കയും ആദരണീയമായ പ്രദേശമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ എല്ലാ മുസ്ലിങ്ങളെയും ബാബുൽ, അതായത് കരുവേലി വൃക്ഷത്തിന് കീഴിൽ ഒരുമിച്ച് കൂട്ടി. സഹാബാക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ മേൽ വാർത്തയെപ്പറ്റി പരാമർശിച്ചതിന് ശേഷം പറഞ്ഞു, ഈ വാർത്ത ശരിയാണെങ്കിൽ അള്ളാഹുവാണേ, ഉസ്മാന്റെ പകരം ചോദിക്കാതെ നമ്മൾ ഇവിടെ വിട്ടു പോകുന്നതല്ല. തുടർന്ന് നബി സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിക ബൈഅത്ത് രീതി അനുസരിച്ച് എന്റെ കൈകളിൽ കൈ തന്നുകൊണ്ട് ഈ പ്രതിജ്ഞ എടുക്കുവിൻ. നിങ്ങൾ ആരും തന്നെ പിന്തിരിഞ്ഞോടുന്നതല്ല. തങ്ങളുടെ ജീവൻ കൊണ്ട് കളിച്ചാലും
ഒരു കാരണവശാലും തങ്ങളുടെ സ്ഥലം ഒഴിവാക്കുന്നതല്ല. ഈ വിളംബരത്തിന് സ്വഹാബാക്കൾ എത്രമാത്രം ആവേശം കാണിച്ചു എന്നാൽ പരസ്പരം മേലെ വീഴാൻ തുടങ്ങി. ഈ 1400 1500 മുസ്ലിങ്ങൾ അവർ തന്നെയായിരുന്നു ആ സമയത്ത് ഇസ്ലാമിന്റെ ആകെ മുതൽ. സർവ്വ മുസ്ലിങ്ങളും ഓരോരുത്തരായി തങ്ങളുടെ പ്രിയ യജമാനന്റെ കൈകളിൽ വീണ്ടും ഒരിക്കൽ കൂടി തങ്ങളെ വിൽക്കുകയുണ്ടായി. ബയ്യത്ത് നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇടതുകരം വലതു കൈയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഉസ്മാന്റെ കൈയാകുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പരിശുദ്ധ കച്ചവടത്തിൽ അദ്ദേഹവും പിന്നിൽ ആരെക്കാളും പിന്നിലാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ജോലിയിൽ വ്യാപൃതനാകുന്നു. അങ്ങനെ വിദ്യുത്കരണം പോലുള്ള ഈ ദൃശ്യം സമാപ്തമായി. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ബയ്യത്ത് റിദ്വാൻ എന്നറിയപ്പെടുന്നു. അതായത് മുസ്ലിങ്ങൾ അള്ളാഹുവിന് സമ്പൂർണ്ണ അനുസരണത്തിലുള്ള സമ്മാനം കരസ്ഥമാക്കിയ ബയ്യത്ത്. വിശുദ്ധ ഖുർആനും പ്രത്യേകമായി ഈ ബയ്യത്തിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. പറയുന്നു, വലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹത അശ്ശജറതി ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅസാബഹും ഫതഹൻ ഖരീബ. ആ വൃക്ഷച്ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് അനുസരണ പ്രതിജ്ഞ ചെയ്യുകയായിരുന്നപ്പോൾ അള്ളാഹു അവരെ കുറിച്ച് പൂർണ്ണമായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിഞ്ഞു. അങ്ങനെ അള്ളാഹു അവർക്ക് മനസ്സമാധാനം ഇറക്കി കൊടുത്തു. അവർക്ക് ആസന്നമായ ഒരു വിജയം പ്രതിഫലമായി നൽകുകയും ചെയ്തു. സഹാബാക്കളും എപ്പോഴും ബയ്യത്ത് റിദ്വാനെ പറ്റി വളരെ അഭിമാനത്തോടെയും സ്നേഹത്തോടെയും പറഞ്ഞിരുന്നു. അവരിൽ ഏറെ പേരും പിന്നീട് വന്നവരോട് നിങ്ങൾ മക്ക ഫത്തഹിനെയാണ് വിജയമായി കാണുന്നതെന്നും എന്നാൽ ഞങ്ങൾ ബയ്യത്ത് റിദ്വാനെയാണ് മഹത്തായ വിജയമായി കാണുന്നതെന്നും പറയുമായിരുന്നു. വാസ്തവത്തിൽ ഈ ബയ്യത്ത് അതിന്റെ നിബന്ധനകൾ പ്രകാരം ഒരു മഹത്തായ വിജയം തന്നെയായിരുന്നു. വരുംകാല വിജയങ്ങൾക്ക് അത് കവാടങ്ങൾ തുറന്നുവെന്ന് മാത്രമല്ല, അത് മുഖേന ഇസ്ലാമിന്റെ ജീവത്യാഗത്തിനുള്ള ആത്മാവ്, അത് തന്നെയാണ് മുഹമ്മദ് ഈ ദീനിന്റെ കേന്ദ്രബിന്ദുവും വളരെ നല്ല രീതിയിൽ പ്രകടമായി. ഇസ്ലാമിലെ ജീവത്യാഗ സന്നദ്ധരായ ആളുകൾ തങ്ങളുടെ കർമ്മങ്ങൾ മുഖേന തങ്ങളുടെ റസൂലിനും ആ റസൂൽ കൊണ്ടുവന്ന സത്യസാക്ഷ്യത്തിനും വേണ്ടി എല്ലാ രംഗത്തുള്ള സകല ചുവടുകൾക്കും ജീവൻ മരണ കച്ചവടത്തിന് തയ്യാറാണെന്നും തെളിയിച്ചു. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ ബയ്യത്ത് റിദ്വാനെ പറ്റി പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഈ ബയ്യത്ത് മരണശപഥത്തിനുള്ള ബയ്യത്തായിരുന്നു. ഈ ബയ്യത്തിന്റെ പ്രത്യേകത, ഈ ഉടമ്പടി അധരം കൊണ്ടുള്ള കേവലം താൽക്കാലിക ആവേശത്തിലുള്ള പ്രകടനമായിരുന്നില്ല, മറിച്ച് ഹൃദയാന്തരാളങ്ങളിൽ നിന്നുള്ള ആവേശമായിരുന്നു. അതിനു പിന്നിൽ മുസ്ലിങ്ങളുടെ സർവശക്തിയും ഒരു ഏകകേന്ദ്രത്തിൽ സമ്മിളിതമായിരുന്നു. ഖുറൈശികൾക്ക് ഈ ബയ്യത്തിനെ പറ്റി അറിവ് ലഭിച്ചപ്പോൾ അവർ ഭയപ്പെട്ടു. അവർ ഉസ്മാനെയും സുഹൃത്തുക്കളെയും സ്വതന്ത്രരാക്കുക മാത്രമല്ല, മറിച്ച് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളുമായി ഉടമ്പടിയിലെത്താനും നിർദ്ദേശം നൽകി. പക്ഷേ ഈ വർഷത്തിനു പകരം അടുത്ത വർഷം മുസ്ലിങ്ങൾക്ക് ഉംറ നിർവഹിക്കാമെന്നും ഉള്ള നിബന്ധന വെക്കണമെന്ന് പറഞ്ഞു. ഏതായിരുന്നാലും അവർ തിരിച്ചു വന്നു. മറുഭാഗത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം മുതൽ തന്നെ ഹറമുൽ മുഹറമിനും ബൈത്തുള്ളായുടെയും അന്തസ്സിനും കോട്ടം വരുന്ന ഒരു കാര്യവും പറയുകയില്ലെന്ന് ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ സന്ദർഭത്തിൽ ഖുറൈശികളുമായി ഉണ്ടാകുന്ന അനുരഞ്ജനം ഭാവിയിലെ വിജയങ്ങൾക്ക് മുന്നൊരുക്കം ആയിരിക്കുമെന്ന് സ്വാർത്ഥ നൽകിയിരുന്നു. അതുകൊണ്ട് ഇരുപക്ഷത്തിനും
ഈ അന്തരീക്ഷം അനുരഞ്ജനത്തിന് വളരെ നല്ലതായിരുന്നു. ഈ ചുറ്റുപാടിലാണ് സുഹൈൽ ബിൻ അംർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇനി കാര്യങ്ങൾ എളുപ്പമാകുന്നു എന്ന് തോന്നുന്നു. സുൽഹിനുള്ള സംസാരം ആരംഭിച്ചു. സുഹൈൽ വരുന്നത് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹൈൽ വരുന്നുണ്ട്. അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകുന്നതാണ്. ഏതായാലും സുഹൈൽ എത്തി. വന്ന ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വരുവിൻ, ഇനി വലിയ ചർച്ചകൾക്ക് പ്രസക്തിയില്ല, ഞങ്ങൾ ഉടമ്പടിക്ക് തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സെക്രട്ടറി ഹദ്റത്ത് അലിയെ വിളിച്ചു. ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ ഇപ്രകാരമായിരുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സുഹൃത്തുക്കളും ഈ വർഷം തിരികെ പോകണം. അടുത്ത വർഷം മക്കയിൽ വന്ന് ഉംറ നിർവഹിക്കാവുന്നതാണ്. പക്ഷേ ഉറയിലുള്ള വാളുകളില്ലാതെ മറ്റൊരു ആയുധവും കൂടെ കരുതരുത്. മക്കയിൽ 3 ദിവസത്തിലധികം തങ്ങാനും പാടില്ല. മക്കയിൽ നിന്നും ആരെങ്കിലും മദീനയിൽ വരികയാണെങ്കിൽ അയാൾ മുസ്ലിം ആണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് മദീനയിൽ അഭയം കൊടുക്കരുത്, തിരിച്ചയക്കണം. എന്നാൽ ഏതെങ്കിലും മുസ്ലിം മദീന ഒഴിവാക്കി മക്കയിൽ വരികയാണെങ്കിൽ അയാളെ തിരിച്ചയക്കുന്നതല്ല. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, മക്കയിൽ നിന്ന് ആരെങ്കിലും തന്റെ വലി അഥവാ രക്ഷകർത്താവിന്റെ അനുമതിയില്ലാതെ മദീനയിൽ വന്നാൽ അയാളെ തിരിച്ചയക്കേണ്ടതാണ്. മക്ക ഗോത്രക്കാരിൽ ഏത് ഗോത്രത്തിനും മുസ്ലിങ്ങളുമായോ മക്കാരുമായോ സഹകരണത്തിൽ വരാവുന്നതാണ്. ഈ ഉടമ്പടി ഇപ്പോൾ 10 വർഷത്തേക്കായിരിക്കും. ഈ കാലയളവിനുള്ളിലും ഖുറൈശികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ യുദ്ധം ഉണ്ടാകുന്നതല്ല. ഈ ഉടമ്പടിയുടെ 2 കോപ്പികൾ എടുത്തു. സാക്ഷികളായി ഇരുപക്ഷത്തുമുള്ള നിരവധി ഉന്നതരായ ആളുകൾ ഒപ്പുവെച്ചു. മുസ്ലിങ്ങളിൽ നിന്ന് ഹദ്റത്ത് അബൂബക്കറും ഹദ്റത്ത് ഉമാറും ഹദ്റത്ത് ഉസ്മാനും മക്കയിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കാഫിര്യങ്ങൾ തടഞ്ഞു വെച്ചെങ്കിലും ആ സമയമായപ്പോഴേക്കും വിട്ടയച്ചിരുന്നു. അദ്ദേഹവും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വക്കാസ്, അബൂ ഉബൈദ എന്നിവരും ഉണ്ടായിരുന്നു. ഉടമ്പടിക്ക് ശേഷം സുഹൈൽ ബിൻ അംർ ഉടമ്പടിയുടെ ഒരു കോപ്പിയുമായി മക്കയിലേക്ക് തിരിച്ചുപോയി. 2ാമത്തെ പകർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പക്കലും വെച്ചു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ തന്റെ വാക്കുകളിൽ ഇങ്ങനെ വിവരിക്കുന്നു. അദ്ദേഹം പറയുന്നു, അടുത്തുള്ള ചില ആളുകൾ ഇവർ തവാഫ് ചെയ്യുന്നതിനാണ് വന്നിരിക്കുന്നതെന്നും ഇവരെന്തിനാണ് തടയുന്നതെന്നും പറഞ്ഞെങ്കിലും മക്കക്കാർ തങ്ങളുടെ ശാഠ്യത്തിൽ തന്നെയായിരുന്നു. അതേ തുടർന്ന് പുറത്തുള്ള ഗോത്രങ്ങളിലെ ആളുകൾ മക്കക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ രീതി നിങ്ങൾ ദ്രോഹിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അനുരഞ്ജനമല്ലെന്നും വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധ്യമല്ല. ഇത് ഹദ്റത്ത് മുസ്ലിം മൗദ് പറഞ്ഞ പുതിയൊരു കാര്യമാകുന്നു. അതായത് ചുറ്റുവട്ടത്തുമുള്ള ഗോത്രങ്ങളും സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് മക്കക്കാർ ഭയപ്പെടുകയും മുസ്ലിങ്ങളുമായി ഉടമ്പടിയിലെത്താൻ തയ്യാറാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ വിവരം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉസ്മാനെ, ഇദ്ദേഹം പിന്നീട് 3ാം ഖലീഫയായി, മക്കക്കാരുമായി സംസാരിക്കാൻ അയച്ചു. ഉസ്മാൻ മക്കയിലെത്തി. അദ്ദേഹത്തിന് മക്കയിൽ നിരവധി ബന്ധുക്കളുണ്ടായിരുന്നു. ആ ബന്ധുക്കളെല്ലാം അദ്ദേഹത്തിന് ചുറ്റും ഒരുമിച്ച് കൂടി. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, തങ്ങൾ തവാഫ് ചെയ്തുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം തവാഫ് ചെയ്യുന്നതാണ്. അതായത് ഉസ്മാൻ പറഞ്ഞു, എനിക്ക് എന്റെ യജമാനെ കൂടാതെ തവാഫ് ചെയ്യാൻ സാധ്യമല്ല. മക്കക്കാരുമായി അദ്ദേഹത്തിന്റെ സംസാരം നീണ്ടുപോയി. മക്കയിൽ ചില ആളുകൾ പറഞ്ഞു, ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി പരത്തി.
ഈ കിംവദന്തി പരന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലും എത്തി. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, സന്ദേശവാഹകന്റെ ജീവൻ എല്ലാ സമുദായത്തിനും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഉസ്മാനെ മക്കാർ വധിച്ചുവെന്ന് നിങ്ങൾ കേട്ടിരിക്കും. ഈ വാർത്ത സത്യമാണെങ്കിൽ നമ്മൾ ശക്തി പ്രയോഗിച്ചും മക്കയിൽ കടന്നിരിക്കും. നമ്മൾ അന്യജനത്തിലൂടെ മക്കയിൽ പ്രവേശിക്കാമെന്ന് ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. അതുകൊണ്ട് പ്രസ്തുത ഉദ്ദേശത്തിൽ നിലകൊള്ളാൻ നമ്മൾ നിർബന്ധിതരല്ല. ആയതിനാൽ നമ്മൾ മുമ്പോട്ട് ഗമിച്ച് വിജയിക്കുകയോ അല്ലെങ്കിൽ ഓരോരുത്തരായി മരണപ്പെടുകയോ ചെയ്യുമെന്ന് ഉടമ്പടിക്ക് തയ്യാറായിട്ടുള്ളവർ ഞാനുമായി ബയ്യത്ത് ചെയ്യുവാൻ കൈനീട്ടുവിൻ. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്ന 1500 സഹചാരികളും ഒരു നിമിഷം കൊണ്ട് 1500 യോദ്ധാക്കളായി മാറി. അവർ ഉന്മാദരെ പോലെ പരസ്പരം വകഞ്ഞു മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളിൽ ബയ്യത്ത് ചെയ്യാൻ തിടുക്കപ്പെടുകയായിരുന്നു. ഈ ബയ്യത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് വൃക്ഷത്തിന് ചൂടെയുള്ള പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം ഈ ബയ്യത്ത് നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷത്തിന് കീഴിയിരിക്കുകയായിരുന്നു. ഈ ബയ്യത്തിൽ ഭാഗവാക്കായ ഓരോ വ്യക്തിയും അവരുടെ ജീവിച്ചിരുന്ന കാലമത്രയും അഭിമാനപൂർവ്വം ഈ സംഭവത്തെ പറ്റി അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 1500 ആളുകളിൽ ഒരാൾ പോലും ഈ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറി നിന്നില്ല. ശത്രുക്കൾ ഇസ്ലാമിനെ പ്രതിനിധിയെ വധിച്ചു എന്നത് ശരിയാണെങ്കിൽ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനമാകുന്നതാണ്. അതായത് ഒന്നുകിൽ വൈകുന്നേരത്തിനു മുമ്പേ മക്കയെ ജയിച്ചടക്കും, അല്ലെങ്കിൽ വൈകുന്നേരത്തിനു മുമ്പേ രണാങ്കണത്തിൽ കൊല്ലപ്പെടുന്നതാണ്. എന്നാൽ മുസ്ലിങ്ങൾ ബയ്യത്തിൽ നിന്ന് പിരിയുമ്പോഴേക്കും ഹദരത്ത് ഉസ്മാൻ തിരിച്ചെത്തി. അദ്ദേഹം പറഞ്ഞു, മക്കക്കാർ ഈ വർഷവും ഉംറ ചെയ്യാൻ അനുവദിക്കുന്നതല്ല, എന്നാൽ അടുത്ത വർഷം അനുമതി നൽകാൻ തയ്യാറാണ്. അങ്ങനെ ഇക്കാര്യം തീരുമാനിക്കാൻ അവർ തങ്ങളുടെ പ്രതിനിധിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹദരത്ത് ഉസ്മാൻ വന്ന് കുറച്ചു സമയത്തിനകം മക്കയിലെ മൂപ്പൻ സുഹേൽ ഉടമ്പടിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി. ഉടമ്പടി എഴുതപ്പെട്ടു. ഹദരത്ത് ഉസ്മാന്റെ അനുസ്മരണം ഇൻഷാ അല്ലാഹ് ഇനിയും തുടരുന്നതാണ്. ദുആകൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പാകിസ്ഥാനിലെ അവസ്ഥകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ഇപ്പോൾ 4 ചുമരുകൾക്കുള്ളിലും അവിടെ സുരക്ഷിതത്വമില്ല. തങ്ങളുടെ ഇടങ്ങളിലും സുരക്ഷിതത്വമില്ല. മൗലവി പറയുന്നിടത്തെല്ലാം പോലീസ് എത്തുന്നു. ചില നല്ല പോലീസുകാരുമുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപമുണ്ട്, നിങ്ങളോടൊപ്പവുമാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾക്ക് നല്ല സമ്മർദ്ദമുണ്ട്. ഓഫീസർമാർ പറയുന്നത് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരികയാണ്. അള്ളാഹു ഇത്തരം ദുഷ്പ്രകൃതമുള്ള ഓഫീസർമാരിൽ നിന്ന് നമ്മയും രാഷ്ട്രത്തെയും രക്ഷിക്കുമാറാകട്ടെ. ഓരോ അഹമ്മദിക്കും സ്വതന്ത്രമായി സംരക്ഷണത്തോടെ തങ്ങളുടെ നാട്ടിൽ വസിക്കാൻ തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ. പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദുആകൾ തുടർന്നുകൊണ്ടിരുന്നാൽ ഇൻഷാ അല്ലാഹ് എതിരാളികളുടെ പര്യവസാനം വളരെ ഭയാനകമാകുന്നത് നമുക്ക് കാണാം. അള്ളാഹു നമുക്ക് ദുആ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു അവ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له
ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر